ആദ്യം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഇപ്പോൾ തൊട്ടു മുമ്പ് വന്ന വാർത്തയാണ്. തീപിടുത്തം മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് തീപിടുത്തം ഉണ്ടായത്. മേഘ്ന മുരളി ചേരുന്നുണ്ട് വിവരങ്ങളായി. മേഘ്ന, വലിയ തോതിലുള്ളൊരു തീപിടുത്തമെന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. നമുക്ക് അവിടേക്ക് എത്താനായോ? മേഘ്നയിലേക്ക് വരാം. ആദ്യം ശ്രീത്തിലേക്കാണ്. ശ്രീത്ത്, തീപിടുത്തം വലിയ തോതിലുണ്ടോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ രോഗികളെ അവിടെ നിന്ന് മാറ്റുകയാണ്. അത്യാവശ്യം നല്ല നിലയിൽ തീ പടർന്നിട്ടുണ്ട് എന്നതാണ് രോഗികൾ നമ്മളോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. എന്താണ് നിലവിലെ സാഹചര്യം എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം വിവിധ യൂണിറ്റുകൾ, ഫയർഫോഴ്സിന്റെ ചാക്ക, ചെങ്കൽച്ചുള എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തിയിരിക്കുന്നു. അങ്ങോട്ടേക്കൊന്ന് മനസ്സിലാക്കുന്നു. ശ്രീത്തുണ്ട്. ശ്രീത്ത്, എന്താണ് നിലവിലെ സാഹചര്യം? ദൃശ്യങ്ങളിൽ ആളുകൾ പാനിക്കാവുന്നതും അവർ നിലവിളിക്കുന്നതും ഓടി മാറുന്നതും ഒക്കെ കാണുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ രോഗികളെ എല്ലാവരും ഈ തീപിടുത്ത മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവിടേക്ക് 2 യൂണിറ്റ് ഫയർഫോഴ്സുകളാണ് വാഹനങ്ങളാണ് വന്നിരിക്കുന്നത്. ചെങ്കൽച്ചോളയിൽ നിന്നും ചാക്കിൽ നിന്നും ഓരോ യൂണിറ്റുകൾ വീതം ഈ തീപിടുത്ത സ്ഥലത്തേക്ക് എത്തി. എന്തായാലും ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു അപകടത്തിന്റെ സാഹചര്യമില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ അവിടേക്ക് എത്തുകയാണ്. മറ്റ് രോഗികളെ അപകടം കൂടാതെ മാറ്റാനുള്ള ഇടപെടൽ തുടക്കത്തിൽ തന്നെ നടത്തി. ഈ തീപിടുത്തം ദൃശ്യമായപ്പോൾ തന്നെ നടത്തി. സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മെയിൻ ബ്ലോക്കിന് ഇടത് ഭാഗത്ത് ഉള്ള ഇവിടെയാണ്. അവിടെ ഇപ്പോൾ അവിടേക്കുള്ള സ്ഥലം അവിടേക്ക് ഫയർഫോഴ്സ് മറ്റും എത്തി വലിയ തോതിലുള്ള ഒരു ശ്രീത്ത്, ആ സ്ഥലത്ത് നിന്ന്, അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് മേഘ്ന മുരളി കൂടി ചേരുകയാണ്. മേഘ്നയിലേക്ക് ഒന്ന് പോകുന്നു. മേഘ്ന, എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ആളുകളെയൊക്കെ സുരക്ഷിതമായി മാറ്റിയോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഐസിയുവിനുള്ളിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. രോഗികളെയൊക്കെ മുഴുവനായും മാറ്റുന്ന ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത്. സർജറി ഐസിയുവിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത്. ഷോർട്ട് സർക്യൂട്ട് ആയത്. സ്വല്പ നേരമേ ഉള്ളൂ. 15 മിനിറ്റ്. എല്ലാ രോഗികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മാറ്റി ഗോകുൽ ഇവിടെ നിന്ന് വ്യക്തമാക്കുന്നത് രോഗികളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്നു. ഇവിടെ കൂടുതൽ രോഗികൾ ഉണ്ടായിരുന്നു. രോഗികളെയൊക്കെ മാറ്റുന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് പുറത്തു നിന്ന് അധികൃതർ പറയുന്നത്. ഉള്ളിലെ സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ കൂടുതലും രോഗികളെ ഇപ്പോൾ സ്ട്രക്ചറിലടക്കം രോഗികളെ പുറത്തേക്ക് മാറ്റുന്നുണ്ട്. കൂടുതലായും അവർ ഒരു ഗുരുതര സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവരും പാനിക് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത്. കാരണം എല്ലാവരും ഈ തീ പിടിച്ചതോടുകൂടി തന്നെ കുറച്ച് അധികം ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കുറച്ച് പാനിക്കായി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നടക്കമുള്ളവ വ്യക്തമല്ല. എത്ര നിലയിലാണ്, ഏത് ബ്ലോക്കിലാണ്, അല്ലെങ്കിൽ ആശുപത്രിയുടെ ഏത് ഭാഗത്താണ് എന്നത് വ്യക്തമായിട്ടുണ്ടോ തീപിടുത്തം ഉണ്ടായത്? ഗോകുൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിനുള്ളിലെ സർജിക്കൽ ഐസിയുവിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഉള്ളിലോട്ട് ഈ ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിനകത്തേക്ക് നമുക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അതിനകത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇപ്പോൾ എല്ലാ രോഗികളെയും പുറത്തേക്ക് ഇറക്കുക എന്നുള്ള ആദ്യ നടപടിക്രമമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പുറത്തു നിന്ന് അധികൃതർ പറയുന്നത്. പക്ഷേ ഉള്ളിലെ സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നില്ല. തീപിടുത്തം അല്പസമയം മുന്നേ 15 മിനിറ്റ് മുന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തത്. 4ാമത്തെ നിലയിൽ ഓപ്പൺ സർജറിക്ക് കയറ്റിയൊക്കെയാണ്. 4ാമത്തെ നിലയിൽ അനസ്തേഷ്യ കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇറക്കണം, തിരിച്ചിറക്കണം. 2 പേരെ അർജന്റായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അതിനൂടെ ആരും കയറ്റി വിടുന്നുമില്ല. എന്ത് ചെയ്യണം? ഉള്ളിലെ ഒന്നും അറിഞ്ഞുകൂടാതെ മോളില് ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് 4ാമത്തെ നിലയിൽ. അപ്പൊ ഇതുവരെയ്ക്കും സർജറി നടന്നില്ല. ഇത് കൊടുത്തേ ഉള്ളൂ, മയക്കം കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ പെട്ടെന്ന് തിരിച്ചിറക്കുകയാണ്. ഇത് കാരണം 2 പേരെ കൂടെ അങ്ങോട്ട് കയറ്റി വിടണമെന്ന് പറയാണ്. ഇതുവരെ ആരും കയറ്റി വിടുന്നില്ല. ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയതേ ഉള്ളൂ. ഇവിടെ സൗണ്ട് കേട്ടോണ്ടോ ഞാൻ ഓടി കയറി ചെല്ലുന്നത്. അന്നേരം അവിടെ തീ വരുന്നു. അത് എന്തോരോ മെഷീനായിരുന്നു, അതിനാ തീ പിടിച്ചത്. ഇവിടുന്ന് എല്ലാവരും ഓടി വന്ന് അത് അണയ്ക്കാൻ നോക്കി. ഞാനിവിടെ കൂടി എല്ലാവരെയും സഹായിക്കാൻ രക്ഷിക്കും. നമ്മുടെ ഈ സർജറി ഐസിയില്ല എന്തോന്നും അറിയത്തില്ല. എല്ലാവരും രക്ഷപ്പെടുത്തില്ല. തീ അണച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുറെ പേരെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത്.
ഇപ്പോൾ ഒരു അരമണിക്കൂറാവുന്നേ ഉള്ളൂ. ഈ അരമണിക്കൂറുണ്ട്. എല്ലാവരും ഇപ്പൊ പുറത്തിറക്കിയെന്ന് അറിയാം. അതാ എനിക്കൊരു സംശയമുണ്ട്. സർജറിക്കകത്ത് ഒരു പേഷ്യൻ്റ് ഉണ്ടെന്ന്. അതാ യുവരോട് പറഞ്ഞിട്ട് വരാനും കേൾക്കുന്നില്ല. ഇവരെ പിടിച്ച് തള്ളിക്കളയുക. ഗോകുൽ, കുറച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കൂടുതൽ ആളുകളും കുറച്ച് പരിഭ്രാന്തരാണ്. കാരണം സർജിക്കൽ ഐസിയുവിന്റെ ഉള്ളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായും രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പരിഭ്രാന്തി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതിൽ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരന്റെ പ്രതികരണമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചത്. അവർ പറയുന്നത് അവരൊരു സർജറിക്ക് വേണ്ടി കയറ്റിയതാണ്, അനസ്തേഷ്യ നൽകി. ആ സമയത്താണ് തീപിടുത്തം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് മിഷ്യന് തീപിടിച്ചു എന്നുള്ള കാര്യമാണ് ദൃക്സാക്ഷി പറയുന്നത്. നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിവരമല്ല. പക്ഷേ ഉള്ളിൽ സർജിക്കൽ ഐസിയുവിനുള്ളിൽ മിഷ്യന് തീപിടിച്ചു എന്നുള്ളതാണ് പറയുകയും ചെയ്തത്. അങ്ങനെ തീപിടരുകയായിരുന്നു എന്നുള്ളതാണ്. ശരി മേഘ്ന, ഏതായാലും ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ആർ ശ്രീജിത്ത് കുറച്ചുകൂടി വിവരങ്ങൾ നൽകുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓക്സിജൻ ലീക്കായി പുക ഉയർന്നതെന്നാണ് ഫയർഫോഴ്സിന്റെ വിശദീകരണം വരുന്നത്. പുക വമിക്കുന്നത് കണ്ടതെന്നും ഫയർഫോഴ്സ് പറയുന്നുണ്ട്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ട് എന്നൊന്ന് പറയുന്നുണ്ടായിരുന്നു 1-2 പേർ. അതല്ല, ഇത് ഓക്സിജൻ ലീക്ക് എന്നത് കൺഫേം ചെയ്യുന്നുണ്ടോ ഫയർഫോഴ്സ്? ഗോകുൽ, തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഒരാളോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ ലീക്കായി വലിയ തോതിൽ പുക വമിക്കുന്നു. അവർ അകത്ത് കയറിയപ്പോൾ തീ കണ്ടില്ല, മറിച്ച് വലിയ തോതിൽ പുകപടലങ്ങൾ ഈ ഹോസ്പിറ്റലിന്റെ സർജിക്കൽ ബ്ലോക്കിനകത്ത് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ തീയുടേതായിട്ടുള്ള വലിയ ഞങ്ങളുടെ രോഗികളൊക്കെ 3 കിടക്കുന്നു. ഒന്നും അറിഞ്ഞൂടാ കാര്യങ്ങളൊന്നും. എന്റെ ഹസ്ബൻഡാ 3-ാമത്തെ ഐസിയിലാ കിടക്കും. അപ്പോഴും പറഞ്ഞ താങ്ക്സ്, വളരെ ഉപകാരം. ചേച്ചി കണ്ടു, എന്താ സംഭവിച്ചത്? ഞങ്ങളൊന്നും കണ്ടില്ല. 1-ാമത്തെ നിലയിൽ കത്തണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കണ്ടില്ല ഞങ്ങൾ. ഹസ്ബൻഡാ ഹാർട്ട് പേഷ്യൻ്റ് വന്ന്. ഇപ്പൊ കുഴപ്പമില്ല, നോർമലാണ്. 3-ാമത്തെ നിലയിലാണ് കിടക്കുന്നത്. 1-ലെ കത്തിയെന്ന് പറയുന്നു. 2 ഇല്ല. എല്ലാ പേഷ്യന്റിനെയും ഐസിയിൽ കിടന്ന എല്ലാ പേഷ്യന്റിനെയും വെളിയിൽ വേറെ ഐസിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് അണയ്ക്കാൻ നിന്ന 1-2 സ്റ്റാഫുകൾക്ക് ബോധക്കേട് വന്നു. അവരെയും ഭദ്രമായിട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന്. സാഹചര്യമില്ല. ആളുകൾ പാനിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് തീ അണച്ചെന്നാണ് എല്ലാവരും പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.